ഒന്ന് ശാന്തനാകൂ ലോറൻസ്. എന്നിട്ട് സ്വസ്ഥമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ അപ്പച്ചനോട് അങ്ങനെ പെരുമാറിയത് ശരിയായോ? നിനക്കെന്നെ മനസ്സിലാവുന്നില്ല. ഏത് അവസ്ഥയിലാണ് എന്റെ മനസ്സിപ്പോഴെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്തിനാ നമ്മൾ ഇനിയും പരിഭവവും പരാതിയും തുടരുന്നത്? ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്കിനി കഴിയും തോന്നുന്നില്ല. മേരി, സ്വന്തം വീട് ഉപേക്ഷിച്ചു വന്ന നിനക്ക് ഒരു തരത്തിലും നഷ്ടബോധം തോന്നാതിരിക്കാനാണ് ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചത്. ആവശ്യമില്ലാത്ത ത്യാഗങ്ങളാ നമ്മൾ ഇരുവരും ചെയ്തതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. മേരി, എനിക്ക് വിശക്കുന്നു. എന്തൊരു ഉപ്പാണിതിന്, കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ. മേരി, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്കും. എന്നെ ഉപേക്ഷിച്ച് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അന്വേഷിച്ചു വരും. ലോറൻസ്, നീ കരയുകയാണോ? നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോകാനാണ് ലോറൻസ്? ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. മേരി, എന്താ? ഒന്നുമില്ല. ഒന്ന് ബ്രൈറ്റ് ആക്കിക്കോ. മേരി, ഞാൻ നിന്നെ കൊല്ലുമെന്ന് നീ വിചാരിച്ചിരുന്നു? ഇല്ല, ഞാൻ നുണ പറഞ്ഞതാ. നിനക്കെന്നെ കൊല്ലാനാകില്ലെന്ന് എനിക്കറിയാം. ഈ കത്തി കാണുമ്പോഴൊക്കെ നിന്നെ കൊല്ലാൻ എനിക്ക് തോന്നിയിരുന്നു. വേണ്ട, നമുക്കിനി ഈ കത്തി വേണ്ട. ഒരിക്കലും ഇനി ഇത് നിന്റെ മുന്നിൽ വരണ്ട. പരസ്പരം ഒരു ആത്മഹത്യയിലൂടെയോ കൊലപാതകത്തിലൂടെയോ അല്ലാതെ എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല ലോറൻസ്. മേരി, ലോറൻസ്, കലയ്ക്ക് മോനെ പെർഫോമൻസ്. ജസ്ന, മേരി റിഹേഴ്സലിനേക്കാൾ ഗംഭീരായി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊടിക്ക് ഓവറായോ എന്നൊരു സംശയം. മതിയടാ നിന്റെ വിശകലനം. എടാ വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ വീട്ടിലെങ്കിൽ ഇവിടെ ഊരി പോകാൻ പറ്റില്ല. സന്തോഷായടാ. നീയും ഇവിടെ ഉള്ളത് കൊണ്ടാ താജിന്റെ നാടകത്തിന് ഇങ്ങനെ ഒരു വെർഷൻ ഉണ്ടാക്കാൻ പറ്റിയത്. ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടണം. അയ്യോ ഉണ്ണീട്ടാ, ഇന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. ഇവന്റെ കൂടെ കുറച്ച് പരിപാടിയുണ്ട്. നവാസേ, നീ വലിയ പരസ്യ സംവിധായകനായിപ്പോ നമ്മളെയൊക്കെ മറന്നുവല്ലടാ. എന്താ ചേട്ടാ പറയണ? ഹലോ ഉണ്ണീട്ടാ, ഉണ്ണേട്ടാ ഒരു മിനിറ്റ്. ഹലോ, എങ്ങോട്ടാ അത്ര ധൃതിയില്? എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. പൊടി പൊടി പൊട്ടടി. ചേട്ടാ ശരി വേണം. എന്തായാലും റെഡി. എടാ എനിക്കൊരു CD വാങ്ങണം. ഇവിടെ അടുത്തെവിടെയാ CD ഷോപ്പ്? എടാ നാളെ എങ്ങാനും മേടിച്ചാ പോരെ? ഇപ്പൊ കടയൊക്കെ അടച്ചു കാണും. വേണ്ടടാ, നമുക്ക് നോക്കാം. നാളത്തേക്ക് വെച്ചാൽ മറക്കും. ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് ഏത് പടം വേണ്ടത്? 80-ലൊരു മലയാള സിനിമ. എന്താണ് അപ്പൂപ്പൻ താടിയുടെ ഒരു നൊസ്റ്റാൾജിയ? അതൊക്കെയുണ്ട്. എത്രയായി? 40 റുപ്യ. ഞാൻ കൊടുക്കാം. എന്റെ കയ്യിൽ ചേഞ്ച് ഉണ്ട്. താങ്ക്സ്. പോട്ടെ. എടാ അതെ, നമുക്കത് റീചാർജ് ചെയ്യണ്ടേ? പിന്നല്ലാതെ വണ്ടി നേരെ അളകാപുരിയിലേക്ക് വിടും. ഇന്ന് ടൗൺ ഹാളിൽ നാടകം ഉണ്ടായിരുന്നില്ലേ? പോസ്റ്റർ കണ്ടു. നാടകക്കാരൊക്കെ ആയാലും ഇതാ കുഴപ്പം. എന്നെ നോക്ക്, നോബഡി നോസ് മീ. നാടകക്കാരനായ എന്താ കുഴപ്പം? മണ്ണിന്റെ മണമുള്ള പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അരങ്ങിൽ ആവിഷ്കരിക്കുന്നവരല്ലേ നാടകക്കാരല്ലേടോ? നീ വന്നേ. ബൈ, റിപ്പീറ്റ്. നാടകക്കാരോടാ കളി. താജിന്റെ നാടകങ്ങളെ കേരളത്തിലെ ജനങ്ങള് ശരിയായ അർത്ഥത്തിൽ കണ്ടെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ണിയേട്ടൻ, എന്നെ കണ്ടാ പ്രശ്നമാവും. നമുക്ക് പോവാം. എടാ ഒരു മിനിറ്റ്. അതെ, ഒരു ലാർജ് കൂടി. വേണ്ടടാ, പോവാം.
ഡാ നീ ഓക്കെ അല്ലേ? വഴിയില് പോലീസ് ഉണ്ട്, ഊതിക്കും. നമ്മളെത്ര ഊതിയതാ. നീ ആ ബൈക്ക് അവിടെ വെച്ചിട്ട് ഓട്ടോ പിടിച്ചു വെക്കേ. നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലെത്തി ഉടനെ വിളിച്ചോളാം, പോരെ? പിന്നെ ആ കനക ജ്വല്ലേഴ്സിന്റെ ആഡിന്റെ കാര്യം നാളെ തന്നെ ചെല്ലണം, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എടാ പൊയ്ക്കോളാം. നീ എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കേ, ഞാൻ ടൗണിൽ തന്നെ ഉണ്ടാവും. നാളെ വൈകിട്ടേ മടങ്ങും. എടാ ആ നിന്റെ അപ്പൂപ്പൻ അറിയട്ടെ. ഓ മറന്നു. മറന്നാലും പാതിരാത്രിക്ക് ഞാൻ തന്നെ തിരിച്ചുകൊണ്ട് തരണമല്ലോ. ഗുഡ് ബൈ. ഓക്കെടാ, ഗുഡ് നൈറ്റ്. ശരി. സേവ്യരേട്ടാ, എന്തൊക്കെയുണ്ട് ബായ്? സുഖം. കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ആ നാട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുകടാ 106 ഷീറ്റൊക്കെ മാറ്റി കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോയി. വെള്ളം നോട്ടെ. ഹായ് കോംറേഡ്. സഖാവേ, ഇന്നത്തെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു. നിന്റെ നാടകം ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിന്റെ തിരക്കിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടുമോ? അടുത്ത തവണ എവിടെയായാലും ഞാനുണ്ടാവും. ആ പിന്നെ അവര് വന്നിരുന്നു. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? അക്കാര്യത്തിൽ സഖാവ് ബേജാറാവണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ആ അതൊക്കെ പോട്ടെ, ഇന്ന് നീ നിന്റെ പ്രണയിനിയെ കണ്ടു കാണുമല്ലോ. എന്തായി നിങ്ങളുടെ തീരുമാനം? ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് നാളെ ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനത്തിലെത്തും. കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ. കോഴിക്കോട് പാളയത്തെ പാരഡൈസ് ലോഡ്ജിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ ദാരുണ സംഭവം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് CV അനൂപ്. ഇദ്ദേഹം പ്രമുഖ നാടക പ്രവർത്തകൻ കൂടിയാണ്. കോഴിക്കോട് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജാസ്മിൻ, അനൂപിനെ പറ്റി എന്തോ വാർത്ത ടിവിയിൽ കണ്ടു. ഏബല കണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ല. നവാസിനോട് ചോദിക്കട്ടെ. ഇന്നലെ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യം അന്തസ്സായി കഴിഞ്ഞിരിക്കുമെന്ന് മാത്രം. ഇത് ഗുരുവായൂർ ഹിന്ദുക്കൾ ഒന്ന് എണീറ്റേ, എണീക്കുന്നേ. ജാസ്മിൻ വിളിച്ചിരുന്നു. അനൂപിനെ പറ്റി എന്തോ വാർത്ത TV കണ്ടെന്ന്. അത് ഇന്നലത്തെ നാടകത്തിന്റെ വല്ലതായിരിക്കും. അതൊന്നും അല്ല, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്.
ഹലോ നവാസ്, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട്, രതീഷ് വാസുദേവൻ. ഏയ്, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരൂ. നിങ്ങൾ അവിടെ വരുമെന്നേ. ആ, സർ, ഈ കൊലപാതകത്തെ പറ്റി എന്തെങ്കിലും? സാർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. റൂമിൽ നിന്ന് കിട്ടിയതാ. ശരി സാർ. നമസ്കാരം. സാർ, ഇയാളാണ് ബോഡി ആദ്യം കണ്ടത്. ആ, എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റൂം ബോയാണ് സാർ. പറ കുഞ്ഞിക്കണ്ണ. സാർ, വെളുപ്പിനൊരു 3 മണിയായി കാണാം. 118 സാറിന് വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാ. തിരിച്ചു വരുമ്പോ 106 തുറന്നു കിടക്കുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോണ്ട്. എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ എന്താ ചെയ്തത്? ഞാനപ്പോ എന്നെ മാനേജർ വിളിച്ചു പറഞ്ഞു. ഏത് റൂമിലെ സാറിന് വെള്ളം കൊടുക്കാൻ പോയത്? 118 സാറിന്. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പേരറിയില്ല സാർ, ഒരു പ്രായമുള്ള ആളാ.